ഷോൺ ജോർജ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ഷോൺ ജോർജ്, ഗുരുതരമായ ഒരു ആരോപണമാണ് CMRLനെതിരെ SFIO കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്കും പണം നൽകിയോ എന്ന് സംശയിക്കുന്നു എന്നതാണ് പറയുന്നത്. ഒപ്പം ഈ എക്സാലോജിക്കുമായുള്ള ഇടപാടിൽ അന്വേഷണം പൂർത്തിയായി എന്നുകൂടി SFIO അറിയിക്കുകയാണ്. കൂടുതൽ അന്വേഷണം നടത്തുകയാണെന്ന് കൂടി SFIO ദില്ലി ഹൈക്കോടതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്ക് പണം നൽകി എന്ന സംശയത്തിൽ. ഷോൺ ജോർജ്, ഞാൻ ചോദിച്ചത് ഇതായിരുന്നു, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ. ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്ക് CMRL പണം നൽകി എന്നതാണ് ഇപ്പോൾ SFIOയുടെ കണ്ടെത്തലായി വന്നിരിക്കുന്നത്. അനുകൂലിക്കുന്നവർ ഭീകരവാദ സംഘടനകളുമായി ബന്ധമുണ്ടോ എന്നുള്ളൊരു പരാമർശമാണ് നടത്തിയിട്ടുള്ളത്. ഞാൻ അതിനെ ഓൺ ചെയ്യുന്നില്ല. പക്ഷേ ഈ SFIOയുടെ അന്വേഷണത്തിൽ CMRLുമായി ബന്ധപ്പെട്ട് എക്സാലോജി കമ്പനിയുടെ ആയി ബന്ധപ്പെട്ട പ്രൊമിനന്റ് പേഴ്സൺ ആണ് പൈസ കൊടുത്തിരിക്കുന്നത് എന്ന് കൃത്യമായി വ്യക്തമായി ഇന്ന് കോടതിയിൽ സൂചിപ്പിച്ചു. കഴിഞ്ഞ 6 മാസക്കാലം, 6 കഴിഞ്ഞ 9 മാസക്കാലമായി ഞങ്ങൾ പറയുന്ന ആരോപണം ഇതാണ്. ആ ആരോപണത്തെ ഇന്ന് അന്വേഷണ ഏജൻസി ശരിവെക്കുന്ന സാഹചര്യമുണ്ടായി. ഞാൻ മുമ്പ് ഈ ദുബായുമായി ബന്ധപ്പെട്ട് വീണയുടെ അക്കൗണ്ടിൽ നിന്നും പണം പോയി, പണത്തിന് ഇത്ര കോടി രൂപ അവിടെ ഡിപ്പോസിറ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് പണം കോടിക്കണക്കിന് രൂപ അമേരിക്കയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ പണ്ട് പറഞ്ഞപ്പോൾ ഇപ്പോൾ നിങ്ങൾ തന്നെ ചർച്ച നടത്തി അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇനിയെങ്കിലും സത്യം തിരിച്ചറിയുക. ഇത് വലിയ തട്ടിപ്പാണ്. കേരളം കണ്ടതിൽ ഏറ്റവും വലിയ അഴിമതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രി തലസ്ഥാനം ഒഴിയാനുള്ള സാമാന്യ മര്യാദ കാണിക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഒരു രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാൻ തന്നെയാണ് പണം നൽകിയിരിക്കുന്നതെന്ന് SFIO പറയുന്നു. നെയിം ചെയ്തതായി താങ്കൾക്ക് അറിവുണ്ടോ? ബന്ധപ്പെട്ട വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട പ്രൊമിനന്റ് രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി അല്ലാതെ മറ്റാരെങ്കിലും നിങ്ങൾക്കറിയാവും? എനിക്കറിയത്തില്ല. പിന്നെയുള്ളത് റിയാസാണ്. റിയാസ് അന്ന് വീണയുടെ ഭർത്താവൊന്നുമല്ല. ഈ കാലഘട്ടത്തിൽ വീണയുടെ ഭർത്താവൊന്നുമല്ല. അത് പാവം DYFയുടെ ദേശീയ അധ്യക്ഷനൊക്കെ ആയിട്ട് നടക്കുന്ന സമയമാണ്. വീണയുമായി അന്ന് റിയാസിന് ബന്ധമൊന്നുമില്ല. വെറുതെ റിയാസിനെ അതിനകത്ത് പിടിച്ചിട്ട് വരും. ശരി ഷോൺ ജോർജ്, വളരെയധികം